അടിപൊളി സന്തോഷം, ഒത്തിരി സന്തോഷം. ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇത് ശരൺ, നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, ഇപ്രാവശ്യത്തെ 40th റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കരമനയുള്ള ശരണിൻ്റെ ഫ്ലാറ്റിലാണ്. അപ്പോൾ നമുക്ക് ശരണിനെ പരിചയപ്പെടാം. അപ്പോ ശരൺ, ഒത്തിരി സന്തോഷം. 24 വയസ്സിലാണ് ജോലിയിൽ കയറാൻ പോകുന്നത് അല്ലെ? ആൻഡ് ദിസ് ഇസ് യുവർ ഫസ്റ്റ് എക്സാം അല്ലെ? ആദ്യമായി പഠിച്ചെഴുതുന്ന എക്സാം ആണ് ഇപ്പൊ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം. അതിൽ തന്നെ 40ാം റാങ്ക് നേടുന്നു. 24 വയസ്സിൽ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു. എന്ത് തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് വലിയ വിശ്വാസം ഇല്ലായിരുന്നു. കാര്യം എക്സാം ഭയങ്കര ടഫായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 59 ആയിരുന്നു, 59 പോയിന്റ് സംതിങ് ആയിരുന്നു. അപ്പൊ ഇത്തവണ എന്തായാലും അതിനേക്കാൾ കൂടണമല്ലോ, സാധാരണ അങ്ങനെയാണല്ലോ. കോമ്പറ്റീഷൻ കൂടുതലായിരുന്നു. കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും അവെയർ ആയിരുന്നു ഹൈക്കോർട്ടിനെ പറ്റി. സോ എനിക്ക് ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു, എന്തായാലും കിട്ടില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ ഷോർട്ട് ലിസ്റ്റ് വന്ന് ഞാൻ നോക്കിയപ്പോ എന്റെ പേര് അതിലുണ്ട്. പിന്നെ നോക്കി കട്ട് ഓഫ് 53 ആയി. അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. 53 കൂടുതൽ എന്തായാലും ഉണ്ട് ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോ 53 കണ്ടു എന്റെ ഷോർട്ട് ലിസ്റ്റിന്റെ നമ്പർ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായ ഒരു കോൺഫിഡൻസ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ആയിരുന്നു. സോ അതുവരെ എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ പോലും എനിക്കൊരു പ്രതീക്ഷയില്ല. കാര്യം ബാക്കിലോട്ടായി പോയാൽ കിട്ടിയില്ല, കാര്യം വേക്കൻസി വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നലെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല 40 റാങ്കിൽ വരാൻ പറ്റുമെന്ന്. ഭയങ്കര ഹാപ്പിയാണ്. എക്സൈറ്റഡ് ആയിരുന്നു. ഇന്നലെ സംസാരിച്ചപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി അല്ലേ? ഒരുപാട് പെട്ടെന്നായിരുന്നു, നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്ത് റിസൾട്ട് വന്നു. അതെ, സാറ്റർഡേ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. ഫ്രൈഡേ വരെ നോക്കി, കഴിഞ്ഞ ആഴ്ച ഫുൾ കണ്ണിലെണ്ണ വെച്ച് കാത്തിരുന്ന റിസൾട്ട് ആയിരുന്നു, വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഫ്രൈഡേ ആയപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാം ഇനി വരില്ല, മൺഡേ നോക്കിയാൽ മതി. സോ മെന്റലി മൺഡേക്ക് പ്രിപ്പയർഡ് ആയി വീണ്ടും അടുത്ത കാത്തിരിപ്പിനുള്ള തുടങ്ങുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ സാറ്റർഡേ ഉച്ചയ്ക്ക് ഇന്നലെ കൊണ്ടുവന്ന് അവരിടുകയായിരുന്നു. അത് വളരെ ആക്സിഡന്റിലെ, എനിക്കറിയില്ല ആ കുറച്ച് സമയത്തേക്ക് എനിക്ക് എന്താണ് എന്റെ തലയ്ക്കകത്ത് ഓടുന്നതെന്ന് അറിയില്ലേ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാര്യം 40 റാങ്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. റിസൾട്ട് ആദ്യം ഞാൻ അമ്മയും അച്ഛനെയും വിളിച്ചു. അതാണ് എന്റെ ഫസ്റ്റ് തിങ്. അവർ രണ്ടുപേരും എന്റെ അടുത്തില്ലായിരുന്നു. അത്രയും നേരം അമ്മ ഉണ്ടായിരുന്നു. റിസൾട്ട് ഇട്ടുന്ന അമ്മ താഴേക്ക് പോയായിരുന്നു. അപ്പോ ആദ്യം ചെയ്തത് അച്ഛനെയും അമ്മയും വിളിച്ചു പറയാം, ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഓരോരുത്തരുടെ കോൾ വന്നു, വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കി, ചേട്ടനും സ്റ്റാറ്റസ് ആക്കി, പിന്നെ കോൾ, മെസ്സേജ്, കൺഗ്രാറ്റുലേഷൻസ്. ശരിക്കും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞാൻ വീട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെയായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് 2 വർഷം പുറം ലോകവുമായി വലിയൊരു ബന്ധമില്ലായിരുന്നു. വീട്ടിൽ അടച്ചിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, അപ്പൊ 24 വയസ്സിൽ ഒരു ഗവൺമെന്റ് ജോലിയെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ലോജിക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അല്ലെ? പൊതുവെ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ബിടെക് മെക്കാനിക്കലാണ് അല്ലെ? ബിടെക് മെക്കാനിക്കലാണ്. അപ്പം മുന്നോട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ശരണിനെ ഒന്ന് പരിചയപ്പെടാം. അത് നമ്മൾ ചെയ്തില്ലായിരുന്നു അല്ലെ? ശരണിനെ കുറിച്ച് ഒന്ന് പറയാമോ? ശരണിന്റെ പാരന്റ്സ്, വീട്, എഡ്യൂക്കേഷൻ. എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ ജഗതി എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛന്റെ പേര് KP അനിൽകുമാർ. അച്ഛൻ കായിക വകുപ്പ് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അമ്മ KP ഗീത. തിരുവനന്തപുരത്തെ SMV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. ഫിസിക്സ് ആണ് സബ്ജക്ട്. എനിക്കൊരു ചേട്ടനുണ്ട്, കരുൺ AG എന്നാണ് പേര്. ഞാനും എന്റെ ചേട്ടനും കൂടെ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് വരികയായിരുന്നു ഇത്രയും. അപ്പൊ അതിനിടെ തന്നെയായിരുന്നു നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. ചേട്ടനും ഇതേപോലെ ആദ്യം ബിടെക് കഴിഞ്ഞു, MTech കഴിഞ്ഞു. ബിടെക് മെക്കാനിക്കൽ മെക്കാനിക്കലാണ്. ബിടെക് മെക്കാനിക്കലായിരുന്നു. ഞാൻ ചേട്ടൻ ഏകദേശം ഒരേ ലൈനിലാണ് പോകുന്നത്. MTech ആയിരുന്നു. അത് കഴിഞ്ഞ് കക്ഷി ഒരു കമ്പനി ജോയിൻ ചെയ്തു. പിന്നെ ഇതായിരുന്നു PSC പഠനം. അപ്പൊ അതിനായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു പാഠവും. ചേട്ടനെ ഫോളോ ചെയ്ത് പോവുമായിരുന്നു. ഫോളോ ചെയ്തല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പാതയിൽ ആ 5 വർഷത്തിൽ അവൻ ആവർത്തിച്ച മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് ഒഴിവാക്കാൻ പറ്റി. ബിടെക് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള മിസ്റ്റേക്സ് ഒക്കെ അവന്റെ ലൈഫിൽ നിന്ന് എനിക്ക് പഠിച്ചു. അപ്പോ അവൻ 5 വർഷം കഴിഞ്ഞ് ഗവൺമെന്റ് ജോലിയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ചു കാലം കഴിഞ്ഞാൽ ഞാനും അങ്ങോട്ട് തന്നെ പോകാനേക്കാൾ ഇപ്പോഴേ അങ്ങ് പൊക്കൂടെ. പ്രൊവൈഡഡ് അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലാണ് അല്ലെ? പിന്നെ ചേട്ടൻ ഒരു 5-6 കൊല്ലത്തെ ഒരു ഇതിന് ശേഷമാണ് ചേട്ടൻ ഗവൺമെന്റ് സർവീസിലേക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരൺ അപ്പൊ തന്നെ ഡയറക്ട്ലി, കാര്യം 4 വർഷം കഴിഞ്ഞ് ഞാനും അതിലോട്ട് തന്നെ പോകണ്ടെന്നുള്ള കാര്യം. അച്ഛനും ഗവൺമെന്റ്, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടുപേരും ഗവൺമെന്റ് സർവീസ് വേണം. സോ ഒരു വിട്ടുവീഴ്ച ഒരു കമ്പനിയിൽ പോകേണ്ട, എത്ര കാലമാണ് വീട്ടിലിരുന്ന് പഠിച്ചു, അതിനുള്ള ഫുൾ സപ്പോർട്ടായിരുന്നു. എത്ര ക്ലാസ് ചേർന്നോ, എത്രയാണ് പോക്കോ, അതിലൊന്നും ഒരു കുറവില്ല.
കയറിയാൽ മതി, സാവധാനം കയറി, ഒരു പ്രഷറും ഇല്ല. ആ. അതായത് 30 വയസ്സിന് മുമ്പ് ഒരു സർവീസ് കയറിയാൽ മതി, അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ചു പൊളിക്കും, എന്തോ ചെയ്തു, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാനും ശ്രമിച്ചു. ബിടെക് പഠിച്ചത് നമ്മുടെ പാപ്പനും കൂടി ശ്രീചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഞാൻ ബിടെക് കംപ്ലീറ്റ് ചെയ്യുന്നത്. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആയിരുന്നു. സ്കൂളിംഗ് ഒക്കെ നെയ്യാറ്റിങ്ങനെയായിരുന്നു. നെയ്യാറ്റിങ്ങര വിശ്വഭാരതി പബ്ലിക് സ്കൂളായിരുന്നു ഞാൻ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ അവിടെയായിരുന്നു നിങ്ങൾ താമസിച്ചിരുന്നത്, ഇപ്പോഴാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് അല്ലേ? അതെ. ഞാൻ കോളേജ് കഴിഞ്ഞു ഇവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് 7 മാസമേ ഉള്ളൂ. കോളേജ് ടൈമിൽ കോളേജ് വരെ ഞാൻ നെയ്യാറ്റിങ്ങര തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഒരു 7-8 മാസം മുമ്പ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് ഒരു 2 മാസം മുമ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. അപ്പം ശരൺ, ഈ ഒരു ടൈമിൽ, അതായത് ഇപ്പൊ നമ്മള് പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ 24 ഇയേഴ്സ്, ഒരു 22 ഇയേഴ്സിലായിരിക്കും ഈ ഒരു എക്സാംസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി അല്ലെ? അപ്പൊ PSC കുറിച്ച് അവെയർ ആയിരുന്നോ? ഒരിക്കലും ഇല്ല. അങ്ങനെ അവെയർ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 10th പ്രിലിംസ് ഞാൻ പോയി എഴുതേണ്ടതാണ്. കഴിഞ്ഞ വർഷം 10th പ്രിലിംസിന് എനിക്ക് സെന്റർ കിട്ടിയത് 30 കിലോമീറ്റർ എന്റെ വീട്ടിൽ നിന്ന്. അത് ആ ഒരു മുടന്തൻ ന്യായം പറഞ്ഞ് ഞാൻ ആ എക്സാം എഴുതിയില്ല. കാര്യം എനിക്ക് PSCയിലോട്ട് പോകാനും ഒരു ജോലിയിൽ ഇരിക്കാനും അന്നത്തെ ഒരു സിവിൽ സർവീസ് കൊണ്ടേ മലക്കൂ എന്ന് പറഞ്ഞൊരു ഇരിക്കുകയായിരുന്നു. ഞാൻ ബിടെക് കഴിഞ്ഞ ഉടനെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 1 മാസം വർക്ക് ചെയ്തു. ക്യാമ്പസ് പ്ലേസ്മെന്റ്. പിന്നീട് മനസ്സിലായത് ശരിയാവില്ല, ഒരു പ്രൈവറ്റിൽ ഇനി പോകാൻ പാടില്ല എന്നുള്ള പാഠം പഠിച്ചു. അത്രയ്ക്ക് പ്രഷറായിരുന്നു, വർക്ക് പ്രഷർ കൂടുതലായിരുന്നു. ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് മനസ്സിലായി. 21 ഡേയ്സ് ഞാൻ വർക്ക് ചെയ്തു. അവിടുന്ന് ചാടി. അപ്പൊ അവിടുന്ന് പിന്നെ ഗവൺമെന്റ് സർവീസിനെ കുറിച്ച് ആലോചിച്ചു. അവിടുന്ന് കിട്ടിയ റവന്യൂ, എന്റെ റെമ്യൂണറേഷൻ, എന്റെ ശമ്പളം കൊണ്ടാണ് ഞാൻ നേരെ സിവിൽ സർവീസ് അഡ്മിഷൻ. എത്ര നാൾ കോച്ചിങ് എടുത്തു? 1 ഇയർ കോച്ചിങ് എടുത്തു, ഡീപ്പായി പഠിച്ചു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ഡിസ്ട്രാക്ഷനും മൈൻഡിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ 10th പ്രിലിംസ് പോലും എഴുതിയിട്ടില്ല. അപ്പം സിവിൽ സർവീസിനെ കുറിച്ച് വളരെയധികം അവെയർ ആയിരുന്നു, പക്ഷെ അപ്പോഴും PSCയെ കുറിച്ചോ അല്ലെങ്കിൽ ഹൈക്കോർട്ട് പോലുള്ള എക്സാംസിനെ കുറിച്ചോ ഒട്ടും അവെയർ ആയിരുന്നില്ല. ഹൈക്കോർട്ട് എറണാകുളത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് ഒരു പിടുത്തം. ഓക്കെ. പിന്നെ എപ്പോഴാണ് ഈ ഒരു സിവിൽ സർവീസിൽ നിന്നും PSC അല്ലെങ്കിൽ ഹൈക്കോർട്ട് എക്സാംസിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്? കാരണം PSC അറിയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാംസിനെ കുറിച്ച് അറിയാൻ സാധ്യതയില്ല അല്ലെ? അപ്പൊ ആദ്യം എഴുതുന്ന എക്സാം പ്രൊവൈഡഡ് ഹൈക്കോർട്ടുമാണ്. എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണ് തിരിച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റിലേക്ക് അതിനെക്കുറിച്ച് അറിയാനും വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? ശരിക്കും ഞാൻ എന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഞാൻ സിവിൽസ് അല്ല ഇനി നോക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ ഇങ്ങനെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് നിനക്ക് 3-4 വർഷം സർവീസിൽ കയറിയേക്കാം, പക്ഷേ ആ സമയം നീ ഒന്ന് ഡിപ്രസ്ഡ് ആവാതിരിക്കാൻ എല്ലാം ഒരേ സിലബസ് ആണ്, നീ ആലോചിക്കേണ്ടത് എല്ലാം ഒരേ സിലബസ് ആണ്. അപ്പൊ നീ ഒന്ന് മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ മറ്റതും പഠിച്ചാൽ നിനക്ക് ചെറിയ പ്രായത്തിൽ ഒരു ജോലി കയറാം. അപ്പൊ ഇപ്പൊ 2 എക്സാം വരികയാണ്, അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ അതും പഠിച്ചോ, നീ ഇനിയിപ്പോ അതിന് വേണ്ടി ഇരിക്കണ്ട, ഇതിനു വേണ്ടി മാറ്റും, അങ്ങനെയൊന്നുമില്ല, നീ പഠിച്ചു പോവുക. കുറെ കാര്യങ്ങൾ ഒരുപോലെയാണ്, അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെ? സിലബസിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെയാണ്. നമ്മുടെ ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അക്യൂർ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ച് കൊണ്ടുപോകാൻ പറ്റും. അത് എല്ലാ എക്സാംസിനും എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ് അല്ലെ? അതെ, തീർച്ചയായും. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി പോയി. എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എന്നെ അങ്ങനെ അഡ്വൈസ് ചെയ്തത്. അപ്പോ അങ്ങനെ അഡ്വൈസ് കഴിഞ്ഞ ഉടനെ ആദ്യം വന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ്. അപ്പോ ചേച്ചിയാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ അയച്ചിട്ട് അപ്ലൈ. അപ്പൊ നോക്കിയപ്പോ 50 മാർക്ക് ഇംഗ്ലീഷ്. അടിപൊളി. ഇംഗ്ലീഷ് ഇഷ്ടമല്ല, ഇംഗ്ലീഷ് ഒട്ടും ബേസ് ഇല്ലായിരുന്നു. ഇംഗ്ലീഷ് നമുക്കിപ്പോ ട്രോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഐ ആം എ ഗുഡ് ബൈ, ഐ ഈസ് എ ഗുഡ് ബൈ, കൊള്ളാന്നുള്ള ആമാണ് അങ്ങനെ പറഞ്ഞ് കേട്ടറിവില്ല, പറയാൻ ഇത്തിരി ഗുമ്മുള്ളത് നോക്കി ഹി ഹാസ് എ കാർ, ഹി ഹാവ് എ കാർ, ഹി ഹാഡ് എ കാർ, ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇംഗ്ലീഷ് വന്നാണ്. അത്രയ്ക്കും ഒരു ബേസ് എനിക്ക് താല്പര്യവും ഇംഗ്ലീഷിലില്ലായിരുന്നു. ബേസിക്കലി ഫിലിംസ് പോലും ഞാൻ കാണാറില്ല. അപ്പോ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു ഇംഗ്ലീഷിൽ ബേസ് ഉണ്ടെങ്കിൽ ഓക്കെ, 50 മാർക്കും കഴിയും. പിന്നെ 50 മാർക്ക് ഞാനും ആലോചിച്ചു, ശരിയാണ് 50 മാർക്ക് ഒറ്റയടിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയിരിക്കണം, വേറെ ഒരു എക്സാമിനും ഇല്ല. അപ്പൊ 50 ഇതും 10. എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ബേസ് ആയിരുന്നു. സിവിൽ സർവീസിന് പോയി കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ബേസ് ആണ്, എനിക്ക് ഭയങ്കര എളുപ്പമാണ് ഇപ്പോഴും. കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്, മാത്സും ഉണ്ട്, സെറ്റ്. ഇതിനെയും കൂടെ ഒന്ന് മെരുക്കിയെടുത്ത ഏതാണ്ട്. പിന്നെ ഏറ്റവും എന്നെ ആകർഷിച്ച ഒരു സംഭവം ഇതിന്റെ ഒരു വെബിനാർ കാണാനിടയായിരുന്നു. യൂട്യൂബിൽ എനിക്ക് സജഷൻ വന്നു ഇങ്ങനെ വെബിനാർ നടക്കുന്നു. അപ്പൊ എന്താണ് ഹൈക്കോർട്ടിനൊക്കെ കോച്ചിങ് ഉണ്ടെന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത് അപ്പോഴാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയ എക്സാം ആണെന്ന് അറിയുന്ന പോലെ. എന്റെ ഒരു ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സിൽ ആരും ഈ എക്സാം ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ വെബിനാർ അപ്ലൈ ചെയ്തു. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കിൽ അപ്ലൈ ചെയ്തു. മാഡത്തിന്റെ ഇതിലായിരുന്നു, ടീച്ചറിന്റെ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിനായിരിക്കുന്നത്. അതിലൂടെ എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായി ഇംഗ്ലീഷ് ഇല്ലാതെ ആ വഴിയെ പോയിട്ട് കാര്യമില്ല. എത്ര ക്യുക്കായിട്ട്. അപ്പൊ അതില് ഞാൻ അറിഞ്ഞൊരു സംഭവം, നവംബർ ഡിസംബർ എക്സാം കാണും, ഫെബ്രുവരി ഒക്കെ റിക്രൂട്ട്മെന്റ് ആവില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇനി 4 months ഉള്ളൂ. ഇപ്പൊ ട്രൈ ചെയ്ത PSC പിടിച്ചോണ്ട് ഇനി 2 വർഷം എന്റെ പോകും. ഇപ്പൊ ട്രൈ ചെയ്ത
7 മാസം കഴിയുമ്പോൾ സർവീസ് ചെയ്യും. ഓക്കെ. അങ്ങനെയാണ് അന്ന് രാത്രി ഞാൻ ആ വെബിനാർ കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ ജോയിൻ ചെയ്തു. ഇന്ന് ഓക്കെ. അത് അങ്ങനെ എനിക്ക് തോന്നുന്നു ജൂലൈ ആ സമയത്തായിരുന്നു നമ്മുടെ ജൂലൈ വെബിനാർ. ലാസ്റ്റ് വീക്ക് ആയിരുന്നു. കറക്റ്റ് എക്സാക്ട്ലി 1 year before. 1 year. ഓ ശരിയാണല്ലോ അല്ലെ. Exactly 1 year before. ജൂലൈ 25th എന്നാണ് നമ്മുടെ ഒരു ഡേറ്റ് നോക്കി ആണ്, വന്നത് അല്ലെ. അതെ, അതെ. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് എക്സാക്ട്ലി 1 year before ആണ് ശരൺ നമ്മുടെ വീഡിയോ കാണുന്നത്. വീഡിയോ അല്ല വെബിനാർ കാണുന്നത്, ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യുന്നതും ഒരു വർഷമായി സിസിയോടൊപ്പം. കറക്റ്റ് ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. ഞാൻ അത് ബൈ ചാൻസ് ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് ഇന്ന് ജൂലൈ 25 ആണെന്ന് ഞാൻ ഓർക്കുന്നത്. ഇന്ന് 24 ആണ്. ഇന്ന് 24 നാളെ അല്ല അപ്രോക്സിമേറ്റ്ലി 1 year ആയി അല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ വെബിനാറിൽ കാണുന്നു. അന്ന് തന്നെ സിസിയിൽ ജോയിൻ ചെയ്തു, പഠിച്ചു തുടങ്ങി. ഇപ്പൊ എങ്ങനെയുണ്ട് ഇംഗ്ലീഷ്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഭയങ്കര എളുപ്പം. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്റെ ഹൈക്കോടതി റിസൾട്ട്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ 10 മാർക്സ് ചോദിക്കുന്നൊക്കെ പ്രതീക്ഷ അത്രയും ചോദിച്ചില്ല. പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായ എക്സാമിൽ എനിക്ക് ഒരു അല്പമെങ്കിലും എനിക്ക് താങ്ങായത് ഇംഗ്ലീഷ് തന്നെയാണ്. അതിന്റെ കാര്യം കോംപ്രിഹെൻഷനോ ക്ലോസ് ടെസ്റ്റോ ഒന്നും എക്സാമിന് ചോദിച്ചില്ല. വന്നതെല്ലാം വൊക്കാബുലറി. മാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഞാൻ അന്ന് തന്നെ മാഡത്തിന് വിളിച്ചു പറയും, മാം വന്നതെല്ലാം എല്ലാം പോയി, പ്രതീക്ഷ എല്ലാം ഞാൻ കീ പോലും നോക്കിയില്ല. എല്ലാം നേരെ ചുരുട്ടി എടുത്ത് എന്റെ മേശക്കകത്ത്. ആ മേശ ഇരുന്ന് മടങ്ങിയ ബുക്കാണ് ഞാൻ കാണിച്ചത്. അത് ഞങ്ങളിവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മള് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും കുട്ടികളുടെ. വാട്സ്ആപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം, ഡിപ്പെൻസ് ഓൺ ദി കോഴ്സ്. ഇപ്പം നമ്മുടെ ഹൈക്കോർട്ടിനാണെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിരുന്നു. അപ്പൊ ഈ കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ ഹൈക്കോർട്ട് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞങ്ങൾ ഒരുപാട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരുപാട് പേര് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇപ്രാവശ്യവും ഞങ്ങൾ അതേപോലെ തന്നെ സീരിയസ് ആയിട്ട് കണ്ട എക്സാം ആണ്. അപ്പൊ നമ്മൾ ഡെയിലി കുറെ ക്വസ്റ്റ്യൻസും വൊക്കാബുലറിയും ഒക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലിടും. ഈ ഓരോ കാര്യങ്ങൾ ഇടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടാവും എന്ന്. ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് മെന്റർ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ ബുക്സ്, ആ നമ്മൾ ഇട്ടിരുന്ന ഓരോ കാര്യങ്ങളും ശരൺ നോട്ട് എഴുതി വെച്ച് എനിക്ക് കാണിച്ചു വളരെയധികം എനിക്ക് സന്തോഷം തോന്നി. കാരണം ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നി എനിക്ക് കണ്ടപ്പോൾ. ആ ഒരു ഹാർഡ് വർക്ക് അത് അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാളാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈസും ആറും ഓസും ഓറും തമ്മിൽ വ്യത്യാസം അറിയാത്ത ഒരാളാണ്. ആ ആളുടെ ഒരു ക്ഷമയാണ് ആ ബുക്കിൽ ഞാൻ കണ്ടത്. ഞാനും അതന്നെ. എനിക്ക് എഴുതിയെടുക്കല്ലാതെ എന്റെ മൈൻഡിൽ അത് വെച്ച് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല എന്ന് മനസ്സിലായപ്പോ മാഡത്തിന് PDF ക്ലാസ്സിലിരുന്ന് എഴുതിയെടുത്തു. ഞാൻ PDF നോക്കുന്നതിനേക്കാൾ ക്ലാസ്സിലിരുന്നു. അപ്പം കുറച്ചുകൂടെ വോയിസും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ തലയിൽ ലൈവ് കേട്ട് ഞാൻ വൊക്കാബുലറി ക്ലാസ്സിൽ ലൈവ് കയറുമായിരുന്നു. അങ്ങനെ എഴുതിയെടുത്തതാണ്. പിന്നീട് അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലായപ്പോൾ അത് ഞാൻ എഡിറ്റോറിയൽ, ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വായിച്ച് ഞാൻ പിന്നെ പല ഗൈഡുകളിൽ നിന്നും പിന്നെ നല്ല ബുക്സിൽ നിന്നൊക്കെ വരുന്നതിനെല്ലാം ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ അത്രയും ഭയങ്കര പേജ് വന്നത്. പിന്നെ പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്തുകൊണ്ട് പോയി. അത് തന്നെയായിരുന്നു വൊക്കാബുലറിയിൽ എന്നെ സഹായിച്ചത്. സിനോണിംസ് ആയാലും ഓപ്പോസിറ്റ് വേർഡ്സ് ചോദിച്ചപ്പോഴായാലും പിന്നെ റൂട്ട് വേർഡ്സ് ചോദിച്ചപ്പോഴെല്ലാം ഹെൽപ്പ് ചെയ്തൊരു സംഭവം ആ ഒരു എഴുത്ത് തന്നെ അത് പിന്നീട് എനിക്ക് തോന്നി. ഓക്കെ. പിന്നെ ഇപ്പം ഗ്രാമർ ഒന്നും ഒരു ബേസ് ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഈ ഒരു ക്ലാസ് കൊണ്ട് അതായത് നമ്മൾ ഹൈക്കോർട്ടിന് മാത്രമാണോ ഗുണം ചെയ്തത്? ഒരിക്കലും അല്ല. എനിക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഞാൻ എഴുതിയിരുന്നു. ഒക്ടോബറിലായിരുന്നു. നല്ല രീതിയിൽ ഗ്രാമർ ചോദിച്ച ഒരു ഏരിയ തന്നെയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല സ്കോർ ഉണ്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന്. അതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സാം. പക്ഷെ അത് പ്രിലിംസ് സ്റ്റേജ് ഉള്ളൂ. അതിന് എനിക്ക് നല്ല രീതിയിൽ ഹെൽപ്പ്. കാര്യം ഞാൻ ജൂലൈയിലാണ് CC ചേരുന്നത്. ഒക്ടോബറിലാണ് എനിക്ക് 3 മാസത്തെ സമയം ഉണ്ടായിരുന്നു. ആ 3 മാസം അതിൽ 2.5 മാസം ഞാൻ കാര്യമായി ഹൈക്കോർട്ട് മാത്രം ഫോക്കസ് ചെയ്തു. കാരണം നവംബറിൽ എക്സാം എന്ന് വിചാരിച്ചു. മറ്റേ പ്രിലിംസ് അല്ല അങ്ങനെ ഫോക്കസ്. പിന്നീട് എനിക്ക് മനസ്സിലായി നവംബറിൽ നടക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇംഗ്ലീഷ് എനിക്ക് ഡിഗ്രി പ്രിലിംസിന് ഹെൽപ്ഫുൾ ആയിരുന്നു. ഗ്രാമർ ഒക്കെ വളരെയധികം ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻസ് ആണ്. സിവിൽ സർവീസ് കഴിഞ്ഞപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺഫിഡൻസ് ആയി. കോമ്പറ്റേറ്റീവ് ആയിരുന്നു ഇംഗ്ലീഷ് കോൺഫിഡൻസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ നോർമൽ PSCയിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. ശരിയാണ്, കുറെ കാര്യങ്ങൾ പഠിക്കുന്നത് കോമൺ ആണ് അല്ലെ? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 50 മാർക്ക് ഇംഗ്ലീഷിലാണ്, ബാക്കി 50 മാർക്കാണ് GK പാർട്ട് മാത്സ് എല്ലാം വരുന്നത്. അത് കൂടാതെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ് അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞത് വെച്ച് ഇംഗ്ലീഷ് ഭംഗി നോക്കി ഫില്ല് ചെയ്യുന്ന ഒരാളാണ് ശരൺ അല്ലെ? അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെയുണ്ടായിരുന്നു? അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ പറ്റിയിരുന്നോ? ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ വലിയ പാട് തന്നെയായിരുന്നു. കാര്യം കോമ്പറ്റേറ്റീവ് ക്രൈമിന്റെ തുടക്കത്തിൽ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ് വന്നില്ലായിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ചത് എങ്ങനെയായിരിക്കും. കാരണം ആദ്യം നമ്മൾ ഗ്രാമർ പഠിക്കണമല്ലോ, പഠിച്ചാലല്ലേ നമുക്ക് അതിവിടെ എഴുതുമ്പോൾ ഒരു സ്മൂത്ത്നെസ് വരത്തുള്ളൂ. പക്ഷെ നമ്മൾ ഏതൊരു സ്റ്റുഡന്റ് ആയാലും നമുക്ക് ആങ്സൈറ്റി അറിയാം എങ്ങനെയായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് കാര്യം. ഇതുവരെ പരിചയമില്ലല്ലോ. മറ്റേതെല്ലാം OMR പൂരിപ്പിച്ച് ഫില്ല് ചെയ്ത് പരിചയമാണ്. എങ്ങനെയായിരിക്കും ഡിസ്ക്രിപ്റ്റീവ്? എനിക്ക് പിന്നെ സിവിൽ സർവീസിന്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത്രയ്ക്കൊരു
വെൽ ഇതില്ലായിരുന്നു എനിക്ക്, ആ. അങ്ങനെ ഒരു ഹോൾഡ് ഒന്നും പറയാനില്ല. ആ. അങ്ങനെ പിന്നെ എഴുതാൻ ഭയങ്കര മടി കാരണം ഒരു രക്ഷയില്ല, കാര്യം എന്താ എഴുതിയാൽ ശരിയാവും. പിന്നെ നോക്കി എഴുതാൻ തുടങ്ങി, ആ. കണ്ടന്റ് എടുത്തിട്ട് ഓക്കെ. നോക്കി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് നോക്കി. ആ നോക്കി എഴുതിയപ്പോൾ പിന്നീട് ആ നോക്കാതെ എഴുതി ശീലിച്ചു. പിന്നെ ക്ലാസ് ചെയ്തിട്ട് ഓരോ എക്സസൈസ് തന്നു, അത് ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ. ഇപ്പോഴും ഞാൻ പറയണം, അത് ഞാൻ ഒന്നുപോലും വിടാതെ എല്ലാ ലൈവ് ക്ലാസ് ശാലിനി മിസ്സിന്റെ ക്ലാസിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഞാൻ കേട്ടു. അത് അതിനുള്ള ഞാൻ കണ്ടു, ഞാൻ ആ നോട്ട്സ് കണ്ടു. ശാലിനി മിസ് കൊടുത്തിരുന്ന അസൈൻമെന്റ്സ് ഫുൾ എഴുതിയിട്ട് അതൊരു ബുക്കിൽ അതൊരു പ്രോസസ് ആയിട്ട് തന്നെ കൊണ്ടുപോവാണ്. ഓരോ സത്യം പറഞ്ഞത് ഞാൻ ആസ് എ മെന്റർ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് ശാലിനിയെ വിളിച്ചു, ഓൾറെഡി നമ്മൾ വിളിച്ച് സംസാരിച്ചു. ശാലിനി അതാ പറയുന്നത്, നമ്മൾ പറയുന്നത് കുട്ടികളെ കേൾക്കുക, അത് ഫോളോ ചെയ്യുക, ഒരു വിജയത്തിൽ എത്തുക എന്ന് പറയുന്നത് ആസ് എ മെന്റർ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നെ. ആ ബുക്ക് ഒരു വലിയൊരു സന്തോഷം ഒരു കാര്യമാണ്. എല്ലാ അസൈൻമെന്റ്സും അല്ലേ, തുടക്കം എഴുതിയ ഒരു പേസ് അല്ല അവസാനം വരുമ്പോ. ഒരിക്കലും അല്ല, കാര്യം തുടക്കത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു, ഗ്രാമർ മിസ്റ്റേക്സ് വരും. പിന്നെ ഹെഡിങ് എഴുതിയിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യൂലായിരുന്നു. ഹെഡിങ്ങും കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് തോന്നുന്ന ഹെഡിങ്ങിന് എഴുതിയിട്ട് മാഡം പറയുന്ന ഹെഡിങ്ങിനുള്ള കണ്ടന്റ് ഞാൻ എഴുതുമായിരുന്നു. കാര്യം എനിക്ക് ആഗ്രഹം കണ്ടന്റ് മാഡം പറഞ്ഞ ടോപ്പിക്കായിട്ട് വേണം, അത്രേ ഉള്ളൂ. ഹെഡിങ് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതി. പിന്നെ അതിൽ നിന്നൊക്കെ എനിക്ക് മാറ്റം വന്ന ഓരോ പോയിന്റും എനിക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ മാഡം അപ്ഡേറ്റ് ചെയ്യും, ഇന്നത് കറക്റ്റ് ചെയ്യാം. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് അടുത്തോളൂ, അപ്പൊ അടുത്തതിൽ ഇത് കറക്റ്റ് ചെയ്യാം. അങ്ങനെ കറക്റ്റ് ചെയ്ത് ഒരു 6-7 ലൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് ചെയ്ത് അറിയുന്നത് എനിക്ക് 20-ൽ 15-16 സ്കോർ ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ നീ ഇപ്പൊ ഈ ലെവലിലാണ്, ഈ ലെവലിൽ നിന്ന് ഇനി അങ്ങോട്ട് ട്രൈ ചെയ്താൽ ഇനി ഇതിൽ തെറ്റൊന്നും വരുത്തത്, ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആക്കരുത്, ഇതിൽ നിന്ന് ഇനി ഒരു കട്ട്, അതായത് ഇത്ര മാർക്ക് ചോദിക്കുമ്പോൾ ഇത്ര എഴുതണം, അതിന് ഇനി കട്ട് ചെയ്യരുത്. പിന്നെ പ്രിസൈസ് റൈറ്റിംഗിലും അതേപോലെ അതിനൊരു ഫോർമാറ്റ് എന്നിട്ട് ഇത്ര ആദ്യം ഞാൻ പ്രിസൈസ് റൈറ്റിംഗ് എഴുതുമ്പോൾ തന്നിരിക്കുന്ന മെറ്റീരിയലിനേക്കാൾ കൂടുതലുണ്ടാകും. പിന്നീട് കട്ട് ചെയ്ത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് സംഗ്രഹിച്ചെഴുതുക എന്ന് പറയും, 3-1 സംഗ്രഹിച്ചെഴുതുക എന്ന് പറയില്ല. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്, അതാണ് പ്രിസൈസ് റൈറ്റിംഗ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു ഭാഗമാണ്. 100 മാർക്ക് നമ്മളുടെ നോർമൽ എക്സാം, 100 മാർക്ക് ഒബ്ജക്റ്റീവിൽ 50 മാർക്ക് ഇംഗ്ലീഷ്, 50 മാർക്കിൽ GKയും മാത്സും വരും. അത് 100 മാർക്ക്. ഈ 100 മാർക്ക് നിങ്ങളുടെ ക്വാളിഫൈഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ, അപ്പോൾ തന്നെ എല്ലാവരെ കൊണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുതിക്കും. ഇവാലുവേറ്റ് ചെയ്തത് ഇത് ഓക്കെ ആണെങ്കിൽ അവർ നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് ഇവാലുവേറ്റ് ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്കിലാണ്. അവിടെ ഒരു കോംപ്രിഹെൻഷൻ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. എസ്സേസ് 2-3 എസ്സേസ് തരും, 3 എസ്സേ തരും, 2 എഴുതണം. അപ്പം അങ്ങനെ എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രിസി റൈറ്റിംഗ് ഉണ്ടാവും, അതായത് 3-1 സംഗ്രഹിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടിൽ ഉണ്ടാവുന്നത്. 60 മാർക്കിന് 60 മിനിറ്റ് ആയിരുന്നു അല്ലേ? 60 മിനിറ്റ് ആയിരുന്നു. ടൈം ഭയങ്കര ഒരു കൺസ്ട്രെയിൻഡ് ആണ്. അപ്പോ ഇപ്പൊ നമ്മള് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ടോപ്പിക് മോസ്റ്റ്ലി സൺഡേസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ വെക്കാറ്, ലൈവ് സെഷൻസ് വെക്കാറ്. അതും പെർട്ടിക്കുലർലി നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ലൈവ് സെഷൻസ് നമ്മൾ സൺഡേസ് ആണ് വെക്കാറ്. അതോടെ അന്ന് ക്ലാസ്സസ് എടുത്തു കൊടുക്കും. അതായത് എങ്ങനെ എഴുതണമെന്ന് കുട്ടികൾക്ക് ഒന്നും അറിയണ്ടാവില്ല അല്ലെ, കോട്സ് വേണമെന്നും ഹെഡിങ് വേണമെന്നും വരയ്ക്കണമെന്നും ഒന്നും അറിയണ്ടാവില്ല. അപ്പൊ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വർക്ക്ഔട്ട്സ് കൊടുക്കും. ഈ വർക്ക്ഔട്ട്സ് അവർ എഴുതി ഫോട്ടോ എടുത്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യും അല്ലെ. അത് ഫാക്കൽറ്റി കൂടുതലും ശാലിനി മിസ് തന്നെയാണ്. ശാലിനി മിസ് അത് കറക്റ്റ് ചെയ്ത് 1-to-1 കറക്ഷൻ ആണ്, കോമൺ കറക്ഷൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത് അല്ലെ, 1-to-1 തന്നെയാണ്. ഇപ്പം ശരണിന് പേഴ്സണലി നമുക്ക് കിട്ടും. ശരണിവിടെ വന്നപ്പോൾ പറഞ്ഞു സ്റ്റാർ ഒക്കെ ഇട്ട് തരുമായിരുന്നു. മാത്രമല്ല നമുക്ക് എന്താണ് തെറ്റെന്നുള്ളത് ഈ 3 സ്റ്റുഡൻസിന്റെ തെറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും, ഇന്നയാൾ ഇന്ന തെറ്റുണ്ട്. അപ്പൊ നമ്മൾ ഇനി അത് റിപ്പീറ്റ് ചെയ്യില്ല. മാത്രമല്ല ഞാൻ ആദ്യം പ്രിസൈ എഴുതിയപ്പോ എന്റെ പ്രിസൈ വാങ്ങിച്ചിട്ട് ശാലിനി മിസ്സിനെ അത് കറക്റ്റ് പ്രിസൈ ആക്കേണ്ട അവസ്ഥയായി. തന്നിരിക്കുന്ന കണ്ടന്റ് 4 ഇരട്ടി കാണുമായിരുന്നു ഞാൻ തിരിച്ചു കൊടുക്കുന്നത്, എന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് എഴുതി പോരാ. അവസാനം അത് പ്രിസൈ ആക്കി മാഡം എനിക്ക് തിരിച്ച് അയച്ചു തരുന്ന ഒരു പിന്നീടാണ് ഡെവലപ്പ് ചെയ്ത് ഇന്നത് കട്ട് പിന്നെ പലർക്കും പറ്റുന്ന തെറ്റുകൾ അതിൽ നമ്മൾ ഷെയർ ചെയ്യും. ആ ഒരു ലൈവില് നമ്മൾ ഷെയർ ചെയ്യും. ശാലിനി തന്നെയാണ് ലൈവ്സ് എടുത്തോണ്ടിരുന്നത് ഡിസ്ക്രിപ്റ്റീവിന്റെ. ഞാൻ ഒബ്ജക്റ്റീവ് പാർട്ടിലാണ് ഞാൻ വന്നത്. ശാലിനി കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം കറക്റ്റ് ആയിട്ട് ലൈവ് സെഷൻസിൽ എല്ലാ കുട്ടികളുടെ മിസ്റ്റേക്സും അവിടെ ഡിസ്കസ് ചെയ്യും. എല്ലാവരും അറിയുവാണ് എന്താണ് പോസിബിൾ ആയിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് എന്നുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ആണ് എന്നെ ഒരു നല്ലൊരു രീതിയിൽ, കാരണം എത്രയും ഹൈ സ്കോർ എനിക്ക് ഡിസ്ക്രിപ്റ്റീവ് കിട്ടി. അതായത് സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസ്ക്രിപ്റ്റീവില് അല്ലെ, അത് പറഞ്ഞില്ല നമ്മള്. എത്രയുണ്ട് സ്കോർ? 41.5. ഹൈയസ്റ്റ് എത്രയാണ്? 43 or 43.5 ആണ്. എനിക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ഞാൻ പറയാണ് 43 or 43.5 ആണ്. അതായത് 1 among the toppers ആണ് അല്ലെ കേരളത്തില് ഡിസ്ക്രിപ്റ്റീവ് എഴുതി. 1 among the toppers ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാള് അല്ലെ, ഈ പറഞ്ഞതുപോലെ ഭംഗി നോക്കി ഫിൽ ചെയ്തോണ്ടിരുന്ന ഒരാള് ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലൊരു എക്സാമില് top 1 among the toppers ആണ് ഡിസ്ക്രിപ്റ്റീവില്. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് അല്ലെ. അത് ഹാർഡ് വർക്കും പേഷ്യൻസും ഭയങ്കര ഒരു കൺഗ്രാറ്റ്സ് അർഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ അടുത്തതായിട്ട് ഇപ്പം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലൊരു എക്സാം, അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷനിൽ തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലൊരു എക്സാമിന് കുട്ടികള്
PSC എല്ലാവരും എഴുതും അതെ. അല്ല, PSC എല്ലാവരും എഴുതും, കുഴപ്പമില്ല. ഹൈക്കോർട്ടിലേക്ക് വരുമ്പോ ഇപ്പൊ ശരൺ ആദ്യം ചിന്തിച്ചൊരു പോയിന്റ് അല്ലെ, 50 മാർക്ക് ഇംഗ്ലീഷാണ് വേണ്ട എന്ന് ചിന്തിക്കുന്നതാണ് ബഹുഭൂരിഭാഗം കുട്ടികളും. ഇപ്പം ആസ് എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആ ഒരു പോയിന്റിനെ കുറിച്ച് ശരൺ എന്താ പറയുന്നത്? അല്ല, 50 മാർക്ക് ഇംഗ്ലീഷ് ആയിരുന്നപ്പോ വേണ്ട എന്ന് വെച്ചു. പിന്നീട് ഹൈക്കോർട്ട് എന്റെ ഒരു കൺസിഡറേഷനിലേ ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ആ 50 മാർക്ക് കിട്ടിയ നമുക്ക് സിംഹഭാഗം ആയി, ഒരു 50% നമുക്ക് ആയി കഴിഞ്ഞു. അപ്പൊ PSCയിലൊക്കെ ആണെങ്കിൽ നമ്മൾ മലയാളം നോക്കണം, ഇംഗ്ലീഷ് നോക്കണം, മാത്സ് നോക്കണം, അത് GK, ബയോളജി, അങ്ങനെ എല്ലാം നോക്കാം, എല്ലാവരുടെ കാര്യവും നമ്മൾ നോക്കണം. ഇത് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ 50% നോക്കിയാൽ മതി. ബാക്കി 50%-ൽ 10 മാത്സ്. ഈ പറഞ്ഞ മാത്സ് വലിയൊരു പ്രശ്നമല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സഹായത്തിൽ, ജോഗ്രഫി. പക്ഷെ ജോഗ്രഫിക്ക് ഇത്തവണ വളരെ കുറച്ച് ചോദിച്ചിട്ടുള്ളൂ. അതുണ്ടല്ലോ, അപ്പൊ ബാക്കി നമ്മൾ നോക്കിയാൽ പോരെ എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ വന്ന് ഫസ്റ്റ് അവർ ഡേറ്റ് തന്നിരുന്നു, ലാസ്റ്റ് ഡേറ്റ്. പിന്നീടാണ് അവർ എക്സ്റ്റെൻഡ് ചെയ്തത്. ആ ലാസ്റ്റ് ഡേറ്റിന് അതായത് നമ്മുടെ വെബിനാറും ടുവേർഡ്സ് ദി, അതായത് നമ്മളൊരു 3 വെബിനാർ സെഷൻസ് നടത്തിയിരുന്നു. അതിൽ ലാസ്റ്റ് വെബിനാർ ആയിരുന്നു ഈ ഡേറ്റില്. അതായത് അപ്ലൈ ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഏകദേശം 3 ദിവസം മുമ്പായിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ഡേറ്റിന്. പിന്നെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. എനിക്ക് ആദ്യ ഡേറ്റിന് ഒരു 3-4 ഡേയ്സ് മുമ്പായിരുന്നു ആ വെബിനാർ. പിന്നീട് August 18 വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്നെ കൊണ്ട് പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്തിനാണ് വെറുതെ പൈസ കളഞ്ഞ് സെന്ററിൽ, ഇനി ചിലപ്പോൾ വേറെ വല്ല ഡിസ്ട്രിക്റ്റിലാണ് സെന്റർ എങ്കിൽ എന്തിനാണ് വെറുതെ എന്ന് പറഞ്ഞാൽ ഞാൻ കളഞ്ഞു. പിന്നീട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ആ ഇംഗ്ലീഷ് ഒന്ന് വളച്ചെടുത്ത 50 ആയി. അങ്ങനെ ആദ്യം ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തു, എക്സാം അപ്ലൈ ചെയ്തു. എന്തോ പറഞ്ഞിട്ട് കാര്യം അപ്ലൈ ചെയ്യണമല്ലോ, മസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. PSCയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്കി 50 ഞാൻ നോക്കിക്കോളാം. ഈ 50 എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പ്രൈവറ്റ് ആയിട്ട് ട്യൂഷന് പോകണോ, പരിചയമുള്ളവരാരും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാതിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ യൂട്യൂബ് സജഷൻ കണ്ടത്. കോമ്പറ്റി ക്രാക്കറിന്റെ ഒരു വെബിനാറാണ്. അപ്പം എന്താണ് ഹൈക്കോർട്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തു. എനിക്ക് വാട്സാപ്പിൽ അവർ പേഴ്സണൽ ലിങ്ക് അയച്ചു. അതിൽ കയറിയപ്പോൾ മനസ്സിലായി ഇത്രേ ഉള്ളൂ. അങ്ങനെ 50 PSCയും 50 ഇംഗ്ലീഷുമാണ് ഹൈക്കോർട്ട് അസസ്മെന്റ് എന്ന് മനസ്സിലായി. കാര്യം അത്രയ്ക്ക് അതിനെ വരെ ഹിമാലയ അത്രയും ഹെർക്കൂലിയൻ സിലബസ് ഒന്നും വേറെ ഇല്ല, റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നിസ്സാരം ഇംഗ്ലീഷ്, വെറുതെ നിങ്ങൾ ഇംഗ്ലീഷിനെ വഴക്ക് പറയണ്ട. വളരെ സിമ്പിൾ ആണ് ഇംഗ്ലീഷ്. നമ്മൾ ബേസ് മുതൽ പഠിക്കുകയാണെങ്കിൽ, ബേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാവുന്നത്. അതെ, ബേസ് മുതൽ പഠിച്ചാൽ ഇംഗ്ലീഷ് ഇസ് നോട്ട് എ ടഫ് ജോബ് അല്ലേ. ക്ലാസ് എനിക്ക് ഓൺലൈൻ ഓപ്പൺ ആയി, ആ ഒരു ആപ്പ് ഓപ്പൺ ആയപ്പോഴും മാമിന്റെ ക്ലാസ് നോക്കിയപ്പോൾ ഏകദേശം 35 to 40 ക്ലാസ് ഉണ്ട്. ആദ്യത്തെ കിളി അവിടെ പോയി. പിന്നീട് മാമിന്റെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാ ഒറ്റ ദിവസം കേൾക്കണ്ട, ഒന്നൊന്നായിട്ട് കണ്ട് മൊബൈലിൽ തന്നെ ആയിരുന്നു. മൊബൈലിൽ കണ്ട് റെക്കോർഡ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ വേറെ ടെൻഷനില്ല. എനിക്ക് കറക്റ്റ് ലൈവിലൊക്കെ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് വലിയ പാടാണ്. എനിക്ക് ടൈം ചിലപ്പോൾ പുലർച്ചെ 6 ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് നൈറ്റ് അവളാണ് 1 to 2 രാവിലെ. എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രാവിലെ ഇവിടെ ട്രിവാൻഡ്രത്ത് നിൽക്കുക, ശരണ്യെ വെയിറ്റ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ശരണ്യെ വിളിച്ചിട്ട് ഫോണേ എടുക്കുന്നില്ല. 10:30-11 മണിക്കാണ് ശരണ്യെ ഞങ്ങൾ കിട്ടുന്നത്. എനിക്ക് മനസ്സിലായി നൈറ്റ് അവളാണ്. കാര്യം എല്ലാവരും എഴുതിക്കുന്ന സമയത്ത് ഞാൻ കിടക്കുള്ളൂ. ഒരു 4-5 മണി ഇന്നലെ കിടന്നപ്പോൾ. അതുകൊണ്ട് ആ ഒരു ടൈമാണ് എന്റെ പഠിക്കുന്ന ടൈം. അത് ആ സമയത്ത് എനിക്ക് പ്രൊഡക്റ്റീവായി ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ. സോ പിന്നെ തുടങ്ങുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവ് ഇനി വേണ്ട, റെക്കോർഡ് ഏതെങ്കിലും കൊണ്ട് അതിന് ചേരാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. സിവിൽ സർവീസ് ക്ലാസ്സസ് എല്ലാം ലൈവ് സെഷൻസ് ആയിരുന്നു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡിലോട്ട് ചിന്തിച്ചു തുടങ്ങി. സിവിൽ സർവീസ് ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിൽ ഓഫ്ലൈൻ ഇരുന്നിട്ട് പെട്ടെന്ന് 4 മണിക്കൂറൊക്കെ നമ്മൾ ഓൺലൈൻ ഭയങ്കര ടയറിങ് ആണ്. കണ്ണിനായാലും നമ്മൾ ഒരേ പോയിന്റിൽ ഇങ്ങനെ നോക്കി ഇരിക്കുക, അത്ര സുഖം. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ അന്ന് ഇനിയില്ല, ലൈവ് ഓൺലൈനിലേക്കില്ല, അല്ല ലൈവിലില്ല, പരിപാടിയില്ല. റെക്കോർഡ് ഉണ്ടെങ്കിൽ കേൾക്കുക, നമുക്ക് ബസ്സിലിരുന്നായാലും കാറിൽ ഇങ്ങനെ കേൾക്കാമല്ലോ എന്നുള്ളത് റെക്കോർഡ് എടുത്തു. അതായിരുന്നു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നീട് ഞാൻ അങ്ങോട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു സെപ്റ്റംബർ വരെ. ഡിഗ്രി പ്രിലിംസ് എത്തിയപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു, ഹൈക്കോർട്ട് ഒന്ന് മാറ്റി വെച്ചു. ഹൈക്കോർട്ടിൽ നിന്ന് അത്രയും കാലത്ത് ഇംഗ്ലീഷ് എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ അന്ന് നിപ്പയൊക്കെ വന്നത് കാരണം എക്സാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തു. സെപ്റ്റംബർ ഒക്ടോബർ ഇരുന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഞാൻ പഠിച്ചു. അത് നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. അടുത്തൊന്നും ഹൈക്കോർട്ട് ഇല്ലാന്ന് മനസ്സിലായി. നവംബറിൽ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. ഡിസംബറിലോട്ട് വീണ്ടും പഠിച്ചു തുടങ്ങി. ഡിസംബറിൽ നമ്മുടെ ഇത് വന്നു, ടെന്റേറ്റീവ് ഡേറ്റ് ഫെബ്രുവരിയിൽ അവർ ഡേറ്റ് ഇട്ടു. അന്ന് തൊട്ട് പഠിച്ചു തുടങ്ങി. അവസാനം പിന്നെ ജനുവരിയിൽ നല്ല രീതിയിൽ പഠിച്ചു. ഫെബ്രുവരിയിൽ അവസാനത്തെ 2 ആഴ്ച കുത്തിയിരുന്ന് പഠിച്ചു. അതായത് മണിക്കൂർ പഠിച്ചു. 10 to 12 hours ഞാൻ പഠിച്ചു. എക്സ്ക്ലൂസീവ് ആയിട്ട് പഠിച്ചു. 12 മണിക്കൂർ, അതായത് അവസാന ദിവസങ്ങളിൽ 12 മണിക്കൂറിനടുത്താണ് പഠിച്ചത് അല്ലേ. ഉറക്കമൊക്കെ മാറ്റി വെച്ചു. ഒരു 14 ദിവസം കറക്റ്റ് ആണ്. ആ 14 ദിവസം ഞാൻ 10 to 12 hours. നമുക്ക് ആ സമയത്ത് ഒരുപാട് ലൈവ് സെഷൻസ് ഉണ്ടായിരുന്നു ടുവേർഡ്സ് ദി എൻഡ് അല്ലേ. ആ ഒരു റാപ്പിഡ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആനന്ദ് സാറിന്റെ ആയാലും അനന്തു സാറിന്റെ ആയാലും ശാലിനി മിസ്സിന്റെ ആയാലും മാമിന്റെ ആയാലും മേഘ മിസ്സിന്റെ ആയാലും മാത്സിന്റെ എല്ലാം ഉണ്ടായിരുന്നു.
പിന്നെ എല്ലാത്തിനും കലാശക്കൊട്ടെന്ന് മാരത്തോൺ ഉണ്ടായിരുന്നു അവസാനം. ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഹൈക്കോർട്ടിന്റെ ഒരു മാരത്തോൺ സെഷൻ നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര റിവ്യൂ കിട്ടിയ ഒരു സെഷൻ ആയിരുന്നു. എല്ലാ അധ്യാപകരും ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാ അധ്യാപകരും ഉണ്ടായിരുന്നു. നല്ലൊരു സെഷൻ ആയിരുന്നു. അത് കുറച്ച് ടെൻഷൻ ഫ്രീ ആയി. കാര്യം അതിൽ അവർ റിവൈസ് ചെയ്യണ മനസ്സിലായി നമ്മൾ പഠിച്ചത് തന്നെയാണ്. എല്ലാം ഉണ്ട്. അവർ റിവൈസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിന്റെ ആ ഒരു ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് റിവൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് പഠിച്ചതെല്ലാം ഉണ്ട്. അപ്പൊ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ചോദിക്കുള്ളൂ. അത് അവന് ഭയങ്കര കോൺഫിഡൻസ് ആയി. അങ്ങനെ കണ്ട് പിന്നെ ഞാൻ രാത്രി പഠിച്ചില്ല. അവരുടെ ലൈവ് സെഷൻ കണ്ട് ഞാൻ ബുക്ക് അടച്ചു. ഏകദേശം 5 മണിക്കൂറിനടുത്ത് ലൈവ് ഉണ്ടായിരുന്നു. എനിക്ക് ഫുള്ളും കാണാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് പോർഷൻസ് കേട്ടിട്ട് ഞാൻ അത് ഈവനിങ് കൊണ്ട് പഠിത്തം സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോകും. ഞാൻ തൊട്ടില്ല ഒരു ഫുൾ നൈറ്റ്. ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു എക്സാം അല്ലേ? ഇല്ല, പിറ്റേ ദിവസം എക്സാം. പിറ്റേ ദിവസം എക്സാം ആയിരുന്നു. ഞാൻ ലൈവ് അല്ല കണ്ടത്, അങ്ങനെ പറയൂ. കാരണം ലൈവ് നമ്മുടെ തലേന്നിന്റെ തലേദിവസമായിരുന്നു. പക്ഷെ ഞാൻ അത് കുറച്ച് കണ്ടിട്ട്, കാര്യം എനിക്ക് അന്ന് കുറച്ച് പോർഷൻസ് തീർക്കണം. എനിക്ക് മാരത്തോൺ സെഷന്റെ റെക്കോർഡാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അത് കുറെ നേരം അത് കുറച്ചൊരു സ്പീഡ് നമുക്ക് മുന്നോട്ട് പോകും, കുറെ പോർഷൻസും കവർ ചെയ്യാലോ എന്ന് വെച്ചിട്ട് കണ്ടു. അത് കണ്ട് ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ തൊട്ടില്ല. ഈവനിങ് തിരിച്ചു ട്രിവാൻഡ്രത്ത് പട്ടം സെന്റ് മേരീസ് ആയിരുന്നു എനിക്ക് സെന്റർ. ഞാൻ അതുപോലെ ഞാൻ ഈ ബുക്ക് എടുക്കൂല. കാര്യം ആ ഒരു നൈറ്റ്, കാര്യം അത്രയും 14 ദിവസം പഠിച്ചാണ്, ഇനി ഞാൻ എടുക്കൂല. ബുക്ക് അടച്ചു. പിറ്റേ ദിവസം ആലോചിച്ചു പോയി. കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഈസി. എന്നിട്ട് എക്സാം കഴിഞ്ഞ് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വലിച്ചെറിഞ്ഞു, കിട്ടത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? അമ്മയോട് പറഞ്ഞു ഒന്നും കിട്ടില്ല. എന്റെ 7 മാസം പോയി. 40ാം റാങ്കുകാരനാട്ടോ പറയുന്നത്. വന്ന ഉടനെ തന്നെ ബുക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു, എല്ലാം എടുത്ത് വലിച്ചോണ്ട് അമ്മയോട് പറഞ്ഞു ഇല്ല എനിക്കിനി കിട്ടത്തില്ല. എന്റെ 7 മാസം പോയി. 7 മാസം. അപ്പോഴും അമ്മ പറഞ്ഞിരിക്കുന്നത് 23 വയസ്സല്ലേ ഉള്ളൂ. എനിക്ക് കഴിഞ്ഞ മാസം 24 23 വയസ്സല്ലേ ഉള്ളൂ. ചേട്ടനെ കണ്ടില്ല, ചേട്ടൻ അവൻ അങ്ങനെ പിന്തിരിഞ്ഞു പോയില്ലല്ലോ, എഴുതിയെടുത്തല്ലോ. എനിക്ക് അതിന് വേണ്ട അടുത്തുണ്ടല്ലോ, ഇപ്പൊ ഡിഗ്രി മീൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഇനി ഹൈക്കോർട്ട് കീ നോക്കണ പരിപാടിയില്ല. ഹൈക്കോർട്ട് ഇത് കിട്ടുമല്ലോ, കാർബൺ കോപ്പിയും ക്വസ്റ്റ്യൻ പേപ്പർ, ഹൈക്കോർട്ട് പഠിച്ച ബുക്കും എല്ലാം കൂടെ ഞാൻ 2 മടക്കി മേശപ്പുറത്താത്ത് വെച്ചു. ആ കണ്ടതിന്റെ മടക്കോട് കൂടെയാണ് ഞാൻ മാഡത്തിന് എടുത്ത് കാണിച്ചത്. തൊടൂല, കീ നോക്കിയിട്ടില്ല. ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ 100 മാർക്ക് എക്സാം, 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ്, 10 മാർക്ക് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു? ഇന്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാര്യം ഷോർട്ട് ലിസ്റ്റ് വരുന്ന എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നടന്നു. ട്രിവാൻഡ്രം ആയതുകൊണ്ട് ആ റീജിയൻ വൈസ് ആയിരുന്നു പോയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് വലിയ ഗ്യാപ്പ് ഒന്നും കിട്ടില്ല. ഒരു 14 days ഗ്യാപ്പ് എനിക്ക് ഹാർഡ്ലി കിട്ടിയുള്ളൂ. അപ്പോ അതിനിടയിൽ വലിയ പ്രിപ്പറേഷനും വലിയ കാര്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ എനിക്ക് അതിനിടയിൽ പറ്റിയില്ല. എന്നിരുന്നാലും പോയി അവിടെ പോയി വളരെ കൂളായിരുന്നു. എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. ആരും നമ്മളെ ടെൻഷൻ എടുക്കും. ഈവൻ എനിക്ക് 2 minutes ഫോട്ടോ സ്റ്റാറ്റ് എടുക്കേണ്ടി താഴെ പോയിട്ടുണ്ട്. അപ്പോൾ 2 minutes വൈകി പോയി. അപ്പോൾ പോലും അവർ പറഞ്ഞ ഒരു പ്രശ്നമില്ല, ചെന്നിട്ടേ തുടങ്ങുള്ളൂ, ധൈര്യമായിട്ട് ഓടി കയറാം. അവിടുത്തെ സ്റ്റാഫ് എല്ലാം നാവിഗേറ്റ് ചെയ്യുക മാത്രമല്ല, നമ്മുടെ കൂടെ വന്ന് വഴി കാണിച്ച്. എല്ലാവർക്കും ഒരു പേടിയോ ഹൈക്കോർട്ട് ഇന്റർവ്യൂ അല്ലേ? ഭയങ്കര ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ല, ഒട്ടുമില്ല, ഭയങ്കര ഫ്രണ്ട്ലി. നമുക്കൊരു കാര്യം ജഡ്ജിന്റെ അടുത്ത് ചെന്നപ്പോ പോലും പുള്ളിക്കാരൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയാണ്. ടെൻഷൻ അടുപ്പിക്കും, നമ്മളെ എത്രത്തോളം കൂളാക്കാൻ പറ്റൂ. നമ്മുടെ സത്യസന്ധമായ ഉത്തരവ്, നമ്മളൊന്നും പഠിച്ചു വെച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വ്യൂ പോയിന്റ്സ് ആയാലും നമ്മുടെ ചോദ്യങ്ങൾ എന്റെ അടുത്ത് എന്റെ സ്ഥലത്തിനെ പറ്റി ചോദിച്ചു. ആദ്യം ടൗൺ നെയ്യാറ്റിൻകരയാണ്, ട്രിവാൻഡ്രത്തിന്റെ ഏത് ഭാഗത്ത് വരും ചോദിച്ചു. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു യങ് ഏജില്, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ 23 ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ യങ് ഏജില് ഈ ഒരു ജോബിനെ സെറ്റിൽ ചെയ്യുന്നു, കുറച്ചുകൂടി ഹൈ ഫോണിലൊക്കെ പൊക്കൂടെ, പി ജി ചെയ്തൂടെ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഫസ്റ്റ് വിമൻ ജഡ്ജി ഓഫ് ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട്. പിന്നെ ഈസ്റ്റേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള, ശ്രീലങ്കൻ ഇഷ്യൂ. ഈ 5 ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ശ്രീലങ്കൻ ഇഷ്യൂന്റെ വ്യൂ പോയിന്റ് ആണോ ചോദിച്ചത്? ഇല്ല. What was the reason behind crisis in Sri Lanka? ഒരുപാട് പേരുടെ വ്യൂ പോയിന്റ്സ് ചോദിച്ചിരുന്നു. ഒരുപാട് പേര്. എത്ര നേരം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? എനിക്ക് ഹാർഡ്ലി ഒരു 3 to 5 minutes അത്രയാണ്. എനിക്കും എന്റെ ബാച്ചിനും ഒക്കെ ഒരു 3 to 5 minutes ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് പോയി, വളരെ ഈസി. കാര്യം ഒരുപാട് ടെൻഷൻ ഹൈപ്പിൽ എപ്പോഴും എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. കാരണം ഹൈക്കോർട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഫേസ് ചെയ്യുന്ന ആരെയാണ്? ജഡ്ജസിനെയാണ് ഫേസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമ്മളുടെ ഒരു ചെറിയൊരു ജസ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു എവിടെയെങ്കിലും അവർക്കൊരു പൊളൈറ്റ്ലെസ്നെസ് തോന്നിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവരിൽ 3.5 എന്നുള്ള ഒരു വീറ്റോ പവർ ഇരിക്കുകയില്ലേ, അപ്പൊ നമുക്ക് ഒരു ടെൻഷനാണ്. അതിൽ താഴെ പോയ ലിസ്റ്റിൽ വരും. എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? എനിക്ക് 6 മാർക്ക്. ഹൈയസ്റ്റ് 7 ആയിരുന്നു. 6 മാർക്ക് നല്ല മാർക്കാണ്. അപ്പോ ഇന്റർവ്യൂ അങ്ങനെ സ്മൂത്ത് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട്.
എന്തൊക്കെയാണ്, അതായത് ഇപ്പം അത്യാവശ്യം അക്കാഡമിക്കലി നല്ലൊരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടോ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ആ. ഞാനും എന്റെ ബ്രദറും കൂടെ ആ. രണ്ടുപേരും ഓട്ടോമൊബൈൽ ഭയങ്കര പാഷനേറ്റ് ആണ്. ആ. അങ്ങനെ കാസ വ്ളോഗ്സ് എന്ന് പറയുന്നത്, കാസ വ്ളോഗ്സ്. അതെ, KASA, കരുൺ ശരൺ. ഓക്കെ, ശരൺ. കരുണാണ് ചേട്ടന്റെ പേര്. ചേട്ടന്റെ പേര് കരുൺ ആണ്. കാസ വ്ളോഗ്സ് എന്ന ചാനൽ തുടങ്ങി. ആ. 2.5 വർഷമായി. ഇപ്പൊ 30,000 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയി. നല്ല വ്യൂസ് കിട്ടി പോവായിരുന്നു. അപ്പൊ അത് വണ്ടികളെ കുറിച്ചാണ്. ഓട്ടോമൊബൈൽ റിവ്യൂ, കാഴ്സിന്റെ റിവ്യൂ, ബൈക്സ് ഒന്നും ചെയ്യില്ല, ഓൺലി കാഴ്സിന്റെ റിവ്യൂ മാത്രമേ ചെയ്യുള്ളൂ. അത് നല്ല രീതി പൊക്കോണ്ടിരുന്നപ്പോഴാണ് എക്സാം സമയം ഞാൻ ബ്രേക്ക് ചെയ്തായിരുന്നു. ബ്രേക്ക് ചെയ്തിരുന്നു, വീഡിയോസ് ഒന്നും ചെയ്തില്ല. ചേട്ടനും പാരലി ആ സമയത്ത് പഠിക്കും. അവനും എക്സാം ആയിരുന്നു, LDC എക്സാം. അവനും ബ്രേക്ക് ചെയ്തു. വീണ്ടും കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ചാനൽ തുടങ്ങി. വീണ്ടും ചാനൽ അപ്പാക്കി. നല്ല വ്യൂസ് കിട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എങ്ങനെയാ എനിക്ക് അറിയില്ല. ഞാൻ കണ്ടു, വീഡിയോസ് കണ്ടു. നല്ല നല്ല പ്രസന്റേഷൻ ആണ്, നല്ല നല്ല രസമുള്ള വീഡിയോസ് ആണ്. അപ്പൊ നമ്മുടെ കാസ വ്ളോഗ്സ് ആണ്. അപ്പൊ ചേട്ടന്റെയും അനിയന്റെയും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. അപ്പൊ അത് നല്ലൊരു ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റില്ല അല്ലെ അതിനെ ഒരു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റവന്യൂ സോഴ്സും ആണ്, നമുക്ക് ഈ ഒരു സ്ട്രെസ് റിലീഫും ആണ്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇടപെടുന്നുണ്ട്. ഫുൾ ടൈം പഠിത്തത്തിൽ നിന്ന് മാറി ഒരു ജോലിയാണ്, നമ്മുടെ പാഷൻ. നമുക്ക് ട്രിപ്പ് അടിച്ച് നടക്കുകയും ചെയ്യാം, ഫുൾ ടൈം കാർ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു അത്രയും പാഷൻ. അതിനെ കുറിച്ച് ചിന്തിച്ചത് ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ ഒരു ഐഡിയയെ കുറിച്ച് ചിന്തിച്ചത് എപ്പോഴാണ്? ഐഡിയ കുറിച്ച് പണ്ട് തൊട്ട് കാർസ് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പാഷനാണ്. ഏത് കാർ ഇറങ്ങിയാലും പോയി ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ്. പക്ഷെ അന്നൊന്നും അവർ കുറച്ച് ദൂരം പ്രോസ്പെക്ട് കസ്റ്റമേഴ്സ് അല്ലാത്തതുകൊണ്ട് അവർ വളരെ കുറച്ച് ദൂരം തരും. അപ്പൊ കാറിനെ പറ്റി ഒന്നും അറിയാം, സ്റ്റാർട്ട് ചെയ്യുക, കറക്കി അവർ തിരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഇറങ്ങുന്ന കാഴ്ച എല്ലാം എങ്ങനെ കൈ കിട്ടാമെന്ന് ആലോചിച്ചപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. അടിപൊളി. അങ്ങനെ തുടങ്ങിയപ്പോ കാഴ്ച എല്ലാം എത്ര നേരം വേണോ, എത്ര ദിവസം വേണോ കയ്യിൽ കിട്ടാന്നുള്ള അവസ്ഥയിൽ. അതാണ് ഏറ്റവും ഹാപ്പി. റവന്യൂ ഒന്നും കണ്ടു തുടങ്ങിയതല്ല, കാറ് വേണം, പല കാറും. നല്ലൊരു ക്രൈസ്. പിന്നെ വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജേർണി വിത്ത് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഒരു വർഷം, ഇന്നിപ്പോ നമ്മുടെ ആനിവേഴ്സറി ആണ് അല്ലെ, 25th ആനിവേഴ്സറി ആണ്, ഇന്ന് 24th ആണ്. എന്നാലും ഒരു വർഷം അല്ലെ, ഈ ഒരു വർഷം കോമ്പറ്റീറ്റീവ് ക്രാക്കറിനോടുള്ള ഒപ്പമുള്ള ഈ ഒരു യാത്ര. ഫസ്റ്റ് എക്സാം ആണ്, 24 വയസ്സിൽ ആദ്യമായിട്ട് എഴുതുന്ന എക്സാം ആണ്, ആദ്യമായിട്ട് കോച്ചിങ്ങിന് വരുന്നത് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ അടുത്താണ്. എന്ത് തോന്നുന്നു? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കണ്ട് മാറ്റി വെച്ച് അപ്ലൈ ചെയ്യില്ല എന്ന് മാറ്റി വെച്ച സ്ഥാനത്ത് നിന്ന് ഇന്ന് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയെങ്കിൽ അതിനുള്ള ഏക ഫാക്ടർ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. കാര്യം ഞാൻ വേറെ ഒന്നിലും കോച്ചിങ് പോയിട്ടില്ല, ഇംഗ്ലീഷ് ഒട്ടും ബേസ് ഇല്ല. ഇംഗ്ലീഷിന്റെ പേരിൽ ഞാൻ മാറ്റി എറിയപ്പെട്ട ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ള കോമ്പറ്റീവ് ക്രാക്കറാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും എക്സാം എഴുതിയില്ല, എക്സാം എഴുതിയാൽ പോലും ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ പോലും വരില്ല. ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് പോലും എനിക്ക് ഡിസ്ക്രിപ്റ്റീവ്, എനിക്ക് എടുത്ത് പറഞ്ഞ പറ്റി ഈ പറഞ്ഞ 1 ഓഫ് ദ ടോപ്പ് മാർക്ക് കിട്ടാൻ എനിക്ക് സാറിന്റെ പ്രാക്ടീസ്, ശാലിനി മിസ്സിന്റെ ക്ലാസ്, നിങ്ങൾ എല്ലാവരും, ഞാൻ മാമിനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സിനിമ നമ്മൾ കാര്യം 1 വർഷമായിട്ട് നമ്മൾ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പിന്നെ ചേച്ചിയെടുത്ത് പറയും ചെയ്തു, നമ്മൾ നേരിട്ട് ഇനിയിപ്പോ ഇവരെ കാണുമ്പോഴത്തേക്കും ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നേരിട്ട് നമ്മൾ കാണുന്നില്ല, സെലിബ്രിറ്റി വാല്യൂ നോക്കണം. എനിക്ക് ഗേറ്റിന്റെ അവിടെ വേറെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീൽ ചെയ്യാറ്. അത്രയും എനിക്ക് ഹാപ്പിയാണ്. കാര്യം കോമ്പറ്റീവ് ക്രാക്കർ മാത്രമാണ് ആ റീസൺ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാര്യം 1 വർഷം നിങ്ങളെ മാത്രം വിശ്വസിക്കുന്നു. എനിക്ക് അതിന്റെ മാം എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് എന്റെ 50 മാർക്കും എനിക്ക് സേഫ് ആക്കി തന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടി, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ കോമ്പറ്റീവ് ക്രാക്കറിന്റെ കാര്യം പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഞാൻ വെബിനാർ അറ്റൻഡ് ചെയ്തു. വെബിനാർ അറ്റൻഡ് ചെയ്ത് പോലും മാമിന്റെ ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് അന്ന് കറക്റ്റ് ആയി കിട്ടില്ല. കാര്യം ഒരുപാട് പേര് അന്ന് അറ്റൻഡ് ചെയ്ത വെബിനാർ ആയിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബ് പോയി സെർച്ച് ചെയ്തു, യൂട്യൂബിൽ കോമ്പറ്റീവ് ക്രാക്കർ പ്രീവിയസ് ക്ലാസ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ നല്ല വ്യൂ കിട്ടിയ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഫുള്ളി ഇരുന്ന് കണ്ടു. അതിന് എനിക്ക് മനസ്സിലായി, ഇതാണ് എനിക്ക് വേണ്ടത്. ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളാണ് എനിക്ക് വേണ്ടത്. അത് റെക്കോർഡും കൂടെ ആകുമ്പോൾ നമുക്ക് റിപ്പീറ്റ് കേൾക്കാൻ ഒരാളുണ്ട്, അത് മതി, അതേ എനിക്ക് വേണ്ടിയുള്ളൂ. എനിക്ക് കൂടുതൽ അഡ്വാൻസ് ആയിട്ട് പോകണം, ബേസ് വേണം. നോക്കിയപ്പോൾ ആ വീഡിയോ എനിക്ക് എല്ലാം കിട്ടി. റിപ്പോർട്ട് സ്പീച്ച് ഈവൻ ഞാൻ പിന്നീട് ആപ്പിൽ വന്നപ്പോൾ പോലും അതിനേക്കാളും എനിക്ക് ബേസ് മാഡത്തിന് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ആ ഒരു മൊമെന്റിലാണ് എനിക്ക് അന്ന് അത് ഞാൻ വെബിനാർ കഴിഞ്ഞ് രാത്രി ഞാൻ കാണുന്നത്. വെബിനാർ ഒരു 1 hour വെബിനാർ കഴിഞ്ഞു. ഞാൻ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടു. എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ ഈ ഒരു സംഭവം വേണ്ടത്. ഞാൻ അപ്പൊ തന്നെ പാതിരാത്രി ജോയിൻ ചെയ്തേ. പിന്നെ അന്ന് ക്യാഷ് ട്രാൻസ്ഫർ നടക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് എന്റെ അഡ്മിഷൻ ആയത്. പാസ്വേഡ് അപ്പോ ഒത്തിരി സന്തോഷം. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടൊരു കോഴ്സാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പുതിയൊരു കോഴ്സ് അല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു.
ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു, ഒരുപാട് ടെൻഷൻ അടിച്ചൊരു കോഴ്സായിരുന്നു പേഴ്സണലി. അപ്പം എന്നെ സംബന്ധിച്ചോളം ആയാലും കോമ്പറ്റീറ്റീവ് ആക്കണെ സംബന്ധിച്ചോളം ഞങ്ങള് പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി മധുരമാണ് ശരണിന്റെ ഈ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് നേടുന്നത്. അത് നമ്മുടെ കോച്ചിങ് മാത്രമല്ല, ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, ഒരു ഡിറ്റർമിനേഷൻ അല്ലെ. നമ്മൾ ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, മാറ്റി ചിന്തിക്കാനുള്ള ഒരു മെന്റാലിറ്റി വേണം അല്ലെ. എനിക്ക് ഇംഗ്ലീഷ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, എന്നാൽ നമുക്കൊരു ഒരു വട്ടം ശ്രമിച്ചു നോക്കാം എന്ന് ചിന്തിച്ചത് കൊണ്ട് ആ ഒരു വലിയൊരു ഭാഗമാണ് അവിടെ ശരണിന്. പിന്നീട് അത് ഫ്യൂച്ചറിലേക്ക് ആയാലും ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ അതെല്ലാം ശരണിന്റെ ഒരു ഡിറ്റർമിനേഷൻ, ഒരു ഹാർഡ് വർക്ക്, ഈ ഒരു ചെറിയ പ്രായത്തിലെ എനിക്ക് അത് തന്നെയാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. യങ്സ്റ്റേഴ്സിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഇന്ന് ശരൺ പറഞ്ഞ ഓരോ വാക്കുകളും. ഞാൻ അനിൽകുമാർ, ശരണിന്റെ അച്ഛനാണ്. ഈ പ്രാവശ്യത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ ശരൺ 40ാം റാങ്ക് നേടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. നേരത്തെ തന്നെ സിവിൽ സർവീസിൻ്റെ നേടണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് സ്കൂൾ ക്ലാസ് മുതൽ തന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. മറ്റ് സാധാരണ PSC വിളിക്കുമ്പോൾ അതിന് അപേക്ഷിക്കാൻ താല്പര്യം കാണിക്കില്ലായിരുന്നു. അവന് ഇംഗ്ലീഷിന് വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അവൻ വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയ അപ്പോൾ കിട്ടിയൊരു സ്ഥാപനമായിരുന്നു ഈ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. അതിൻ്റെ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്തപ്പോൾ അവൻ ആ സ്ഥാപനത്തിൽ ചേരണമെന്ന് ആഗ്രഹം വരികയും ഞങ്ങളോട് പറഞ്ഞു. അന്ന് രാത്രി തന്നെ, സാധാരണയിൽ മാറ്റിവെക്കാതെ അന്ന് രാത്രി തന്നെ ആ സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്തു. അതുതന്നെയാണ്, ആ സ്ഥാപനത്തിലെ കോച്ചിങ് തന്നെയാണ് ഇന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ള 40ാം റാങ്കിൽ എത്തിച്ചേരാൻ അവനെ സഹായിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോ ഇത്രയും നല്ലൊരു വിജയം ഈ ചെറുപ്രായത്തിൽ 24 വയസ്സില് കാര്യങ്ങളെ മനസ്സിലാക്കി, ഒരു ഗവൺമെന്റ് ജോലിയുടെ അനിവാര്യതയെല്ലാം മനസ്സിലാക്കി, അതിനുവേണ്ടി ഡിറ്റർമിനേഷനോടുകൂടി, പാഷനോടുകൂടി, ഒട്ടും അറിയാത്തൊരു സബ്ജക്റ്റിനെ മെരുക്കി എടുത്ത് പഠിച്ച് നേടിയ ഈ ഒരു വിജയം, അതിന് ഒരുപാട് മധുരമുണ്ട് അല്ലെ, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഇത്രയും നല്ലൊരു വിജയം നേടിയ ശരണിന് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഒരു കൊച്ചുപഹാരം. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതുകൊണ്ട് ഒന്നും നിർത്തരുത്. ഇനി ഒരുപാട് ഉയരങ്ങൾ ശരണിന് കീഴടക്കാനുണ്ട് അല്ലെ. യു ആർ സോ യങ് ആൻഡ് യു ഹാവ് മൈൽസ് ടു ഗോ അല്ലെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.